ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഒരു മോഷ്ടാവിന്റെ കണ്ണിൽ മോഷണ വസ്തുക്കളാണ്. അടിസ്ഥാനപരമായി എല്ലാ മോഷ്ടാക്കളും സൗന്ദര്യ ആരാധകരാണ്. കവർന്നെടുക്കാനുള്ള ആസക്തി നമ്മളിൽ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. ഒരു കണക്കിന് നമ്മളാണ് മക്കളെ യഥാർത്ഥ സോഷ്യലിസ്റ്റുകൾ. നമുക്ക് കൊട്ടാരമെന്നോ കുടിലെന്നോ വ്യത്യാസമില്ല. നമുക്ക് വേണ്ടത് കൊട്ടാരത്തിലും കിട്ടും, കുടിലും കിട്ടും. ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. ആശാനെ, പ്രധാനമായി എന്തൊക്കെ ആയുധങ്ങളാണ് ഈ ജോലിക്ക് കയ്യിൽ കരുതേണ്ടത്? കല്ല്, കത്തി, കമ്പി, ചുറ്റിക, ഇഷ്ടിക, കോരിക, പല്ല്, പുല്ല്, എല്ല്, എന്തിന് ഒരു കഷ്ണം നൂല്, ഒരു സൂചി പോലും നമുക്ക് ആയുധങ്ങളാണ്. എന്ത്, എവിടെ, എപ്പോ, എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ളതാണ് പ്രശ്നം. ഇതെന്താണ്? ബ്ലേഡ്. ക്ഷൗരം നടത്തിയിട്ട് വേണോ ഈ പണിക്കിറങ്ങാൻ? താടി മുഖേന പിടികൊടുക്കാതിരിക്കാൻ മുഖക്ഷൗരം അത്യാവശ്യമാണ്. ഇത് വലിയൊരു ബ്ലേഡിന്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളാണ്. ഇതിലൊരു നിസാര വസ്തുവായി കാണരുത്. ലക്ഷം രൂപ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു തുകൽ സഞ്ചി അറുത്ത് കീറാൻ ഇവനൊരു കഷ്ണം മതി. ഇതിനെ ഇങ്ങനെ വിരലുകൾക്കിടയിൽ ഒളിപ്പിച്ചു വെക്കണം. കണ്ടോ, ഒരേ ഒരു തലോടൽ, സംഗതി ക്ലീൻ. നിരന്തരമായ പരിശീലനം ഇതിനാവശ്യമാണ്. ഏകാഗ്രത കൈവെടിയരുത്. മോഷണം ഒരു കലയാണ്, ശാസ്ത്രമാണ്. ശക്തിയല്ല, ബുദ്ധിയാണ് ഈ ശാസ്ത്രത്തിന്റെ അടിസ്ഥാന ശില. മോഷ്ടിക്കപ്പെടേണ്ട ആളെ തിരഞ്ഞെടുക്കുന്നതിന് നമ്മൾ അവന്റെ മനസ്സറിഞ്ഞിരിക്കണം. ആകാശം നോക്കി നടക്കുന്നവൻ, ഭൂമി നോക്കി നടക്കുന്നവൻ, പകൽക്കിനാവ് കാണുന്നവൻ, പെണ്ണുങ്ങളുടെ വായി നോക്കി നടക്കുന്നവൻ, ഇങ്ങനെയുള്ളവരെ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. അവർ കാശ് കൊണ്ട് നടക്കുന്നവരാണോ എന്ന് നമ്മൾ അറിയണം. അതെങ്ങനെ നമ്മൾ അറിയും? അത് നമ്മൾ ആളുകളെ വിളിച്ചു നിർത്തി നിങ്ങളുടെ കയ്യിൽ കാശുണ്ടോ എന്ന് ചോദിച്ചാൽ മതി. എവിടുന്നാണ് വരുന്നത് കഴുത ബുദ്ധിയില്ലാതെ? സൈലൻസ് പ്ലീസ്. മോഷ്ടാക്കൾക്ക് ഡിസിപ്ലിൻ അത്യാവശ്യമാണ്. നമ്മുടെ ജന്മശത്രുക്കൾ പോലീസാണ്. അബദ്ധവശാൽ പോലീസിന്റെ പിടിയിലെങ്ങാൻ പെട്ടുപോയാൽ നമ്മൾ അതിവിനയ കുനിയന്മാരായി അഭിനയിക്കുക. മറിച്ച് ആക്രമികൾ മറ്റു വല്ലവരുമാണെങ്കിൽ ഈ ബ്ലേഡിന്റെ കഷ്ണങ്ങൾ വായിക്കകത്താക്കി വെച്ച് ആക്രമിയുടെ നേർക്ക് ശക്തിയെ തുപ്പുക. അവന്റെ മൂക്കും കണ്ണും ഒക്കെ കീറി അതോടെ അവൻ ഔട്ട്. അപ്പോ ഒറ്റ തുപ്പിന് ഈ ബ്ലേഡ് കഷ്ണങ്ങൾ പുറത്തേക്ക് വന്നില്ലെങ്കിലും ഒഴുകിക്കളയ, അതോടെ നീ ഔട്ട്. മോഷണം നടത്തുന്നതിനിടയിൽ ആകസ്മികമായി ആക്രമണം ഉണ്ടാക്കാൻ ഇടയുണ്ട്. കയ്യിൽ അപ്പ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചായിരിക്കും ആക്രമണം നടത്തുക. ഏത് തരം ആക്രമണം ഉണ്ടായാലും അതിൽ നിന്നും ഒഴിഞ്ഞു മാറി സ്വന്തം തടി രക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അടിച്ചോളൂ, ഞാൻ ഒഴിഞ്ഞു മാറി കാണിച്ചു തരാം. വേഗമാകട്ടെ. പരാക്രമത്തോടുകൂടി ആക്രമിക്കണം. അടിക്കട്ടെ. ഓക്കെ, കണ്ട ഒഴിഞ്ഞു മാറിയത്. ഇനി രണ്ടുപേരും ചേർന്ന് ആക്രമിച്ചു. കാരണം നമ്മുടെ ജോലി നടക്കുന്ന സമയത്ത് എത്ര പേരാണ് നമ്മളെ പിന്തുടരുന്നതെന്ന് ഉറപ്പുവരുത്താൻ പറ്റില്ലല്ലോ. ഒരു പിന്തുടർച്ചയുമാകാം. ഓക്കെ, പിന്തുടരൂ, പിന്തുടരൂ, നല്ല സ്പീഡ്, വാശിയോടെ. എവിടെ നോക്കിയാണ് അടിച്ചത്? അല്ല, ആശ ഒഴിഞ്ഞു മാറുമെന്ന് പറഞ്ഞു. ചെറിയൊരു ഗ്രാമമായതുകൊണ്ട് മോഷണത്തിനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിലും ഉള്ള സൗകര്യങ്ങളൊക്കെ അവർ തികച്ചും പ്രയോജനപ്പെടുത്തി വന്നു. അരുമ ശിഷ്യന്മാരെ, നിങ്ങളെ വിശ്വസിച്ച് ഗുരു താഴോട്ട് വരികയാണ്, കൈവിടരുത്. തോമ, ഡ്രയർ തങ്കപ്പ, അരിയും പഞ്ചസാര അടിച്ചു മാറ്റാം. ഗുരു, പരമദ്രോഹികൾ മേശ ഡ്രയർ ഊരിക്കൊണ്ടുപോയി. എന്തുവാടാ? റേഷനറി. അയ്യോ, മറിയില്ല. പഞ്ചസാര ഇവിടെ ഉണ്ട്, ഇഞ്ഞു വാ. തങ്കപ്പ, ചാക്ക് ഇങ്ങോട്ട് വാ. സ്റ്റോക്ക് തീർന്നു. ഇതും കഴിച്ച് വേഗം അങ്ങ് സ്ഥലം വിട്ടോ. സൂര്യൻ ഉദിക്കാറായി. ഉദിക്കട്ടെ. ഇന്നിവിടെ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യമാകും ഞങ്ങള്. ഇന്ന് ഞങ്ങൾ ഒരുപാട് അധ്വാനിച്ച ദിവസമാ. കൊച്ചേട്ടൻ കിടന്നോ? ഞങ്ങൾ ഇതെല്ലാം ഭംഗിയായിട്ട് കഴിച്ച് കാശ് ഇവിടെ വെച്ചിട്ട് ബാതിലിയാരിപ്പൊക്കൊള്ളാം. ഫസ്റ്റ് പുള്ളികള് വിശ്വസിച്ചേൽപ്പിക്കാം. എന്റെ കരളേ, എന്നെ വിളിച്ചോ? നിങ്ങളെയല്ല, ഇവൻ എന്നോട് വലിയ സ്നേഹമാ. കരളേന്ന് വിളിച്ചത് എന്നെയാ. എന്താടാ തോമ? നീ ഇല്ലാത്ത ജീവിതത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ.
നീ ചിന്തിക്കുകയേ വേണ്ട. ജീവിതാവസാനം വരെ ഞാൻ നിന്നെ വിട്ടു പോവില്ലടാ. നിന്റെ അപ്പന്റെ ഒപ്പം നിൽക്കാനുള്ള കെൽപ്പ് എനിക്ക് എന്നുണ്ടാകുന്നു ആ നിമിഷം ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേര്. എന്റെ അപ്പന്റെ ഒപ്പം നിൽക്കാൻ നിനക്ക് ഈ ജന്മം പോരടാ തുരപ്പാ. അരച്ച കരിയും 5 കിലോ പാമായിലും 3 കിലോ ഗോതമ്പും മോഷ്ടിച്ച് അത് 3ആയി വീതിച്ച് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് ഞാൻ എന്നാ രാധികയെ നിന്നെ കെട്ടുന്നത്? എടാ തോമ, അപ്പൊ നീ എന്നോടല്ലേ ഇതുവരെ സംസാരിച്ചത്? ഓടാ പുല്ലേ, ഞാൻ എന്റെ രാധികയോട് സംസാരിക്കായിരുന്നു. എന്റെ പൊന്നു ദോസ്തുക്കളെ, ആ കാശും തന്നിട്ട് വേഗം അങ്ങ് സ്ഥലം വിട്ടോ. 110 രൂപ 50 പൈസ. കൊടു 110 രൂപ 50 പൈസ. നീ കൊടു 110 രൂപ 50 പൈസ. അല്ല, ആശാൻ കൊടുക്കട്ടെ. ആശാനെ തരം കേട്ട് ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കിയാ മതി. ഫുൾ സീറ്റ്. അപ്പൊ ഞങ്ങൾ എന്നാ ഇറങ്ങട്ടെ. അപ്പൊ എന്റെ കാശ്? കാശല്ലേ ഈ ഇരിക്കുന്നത്. സർക്കാർ 5000 രൂപ വില പറഞ്ഞ ഉരുപ്പടിയായത്. കാലത്ത് പിടിച്ചു കൊടുത്ത അപ്പൊ കിട്ടും രൂപ 5000. 110 രൂപ 50 പൈസ കഴിച്ചു. ബാക്കി 4889 രൂപ 50 പൈസ നാളെ ഞങ്ങൾക്ക് തന്നേക്കണം. തന്നില്ലെങ്കിൽ ഒരനാഥ പ്രേതം പുളിങ്കുന്ന് പുഴയിൽ പൊങ്ങിക്കിടക്കും. അതിനിടയാക്കരുതേ കൊച്ചേട്ടാ. ഗുഡ് നൈറ്റ്. എന്റെ കർത്താവേ. മനുഷ്യനെ ചുറ്റിക്കാനുണ്ടോ വേണ്ട. ഞാൻ നിങ്ങൾ എവിടെല്ലാം അന്വേഷിച്ചു. ഇതെന്താ പൊലവിളിയാണോ? എന്താ പ്രശ്നം? ഒരു കത്ത് വന്നിട്ടുണ്ട്. ആരുടെ? അത്തപ്പാടി അന്ത്രുന്റെ. അത്തപ്പാടിയാ? ആരവൻ? അവനോ? ബഹുമാനത്തോടെ സംസാരിക്കടാ. മഹാനല്ലേ മഹാൻ. കൊച്ചി പട്ടണത്തെ കിടകിട വിറപ്പിച്ച മോഷ്ടാവാണ്. ഒരു കണക്കിന് ഈ തൊഴിലിൽ എന്റെ ഗുരുവാണ് അദ്ദേഹം. ആ നിലക്ക് ഞങ്ങളുടെ ഗുരുവിന്റെ ഗുരു. ഗുരു. ഞാൻ പണ്ട് പെരുമ്പള്ളിയിലെ പെരുന്നാളിന് കുരിശു മോഷ്ടിച്ച് സെൻട്രൽ ജയിലിൽ കിടന്നില്ലേ, അന്ന് ഇദ്ദേഹം ഉണ്ടായിരുന്നു എന്റെ കൂടെ. അയ്യോ, തങ്കമായ മനുഷ്യനല്ലേ. അദ്ദേഹം ഇപ്പൊ പരോളിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതെന്താണെന്ന് കേൾക്കണോ? എടാ പോലെ കൊച്ചുണ്ണി, നീയും ശിഷ്യന്മാരും തകർത്തു വാരുന്നുണ്ടല്ലേ? ഞാൻ അറിഞ്ഞു. എന്റെ പരോള് കഴിയുന്നതിന് മുമ്പ് നീയും പിള്ളേരും കൂടെ കൊച്ചിക്കൊന്ന് വാടാ തെണ്ടി. സ്നേഹം കണ്ടാ? നമുക്കിവിടെ ഒരു കലക്ക് കലക്കാം. ചെലവല്ല എന്റെ വക എന്ന് നിന്റെ ഗുരു അത്തപ്പാടി അന്ത്രു. നീ നിന്റെ പിള്ളേരെ ശരിക്ക് തൊഴിൽ പഠിപ്പിക്കുന്നുണ്ടോ? പിന്നെ നല്ലോണം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. 1.5 കൊല്ലം കൂടെ കഴിഞ്ഞാൽ എന്റെ ശിക്ഷ തീരും. പിന്നെ നമ്മൾ ഒരുമിച്ചൊരു മോഷണം നടത്തും. തീർച്ചയായും. മൂപ്പരെ നിനക്ക് ശരിക്കും മനസ്സിലായോ? കുഞ്ഞാലി വരയ്ക്കാറുമായിട്ട് നിരന്തരമായി ഏറ്റുമുട്ടി തകർന്ന അത്തപ്പാടി ആയിപ്പോയ ഒരു കടൽ കൊള്ളക്കാര കുടുംബത്തിലെ അവസാനത്തെ കണ്ണിയാണ് അത്തപ്പാടി അന്ത്രു, എന്റെ ഗുരു. കടലിൽ കൊള്ളയടിക്കാനുള്ള എന്താ ഉപ്പോ? എടാ കൊച്ചുണ്ണി, ഈ മാതിരി ആൾക്കാരാണ് ശിഷ്യന്മാരാക്കി കൊണ്ടിരിക്കുന്നത്. ഒന്ന് മിണ്ടാതിച്ചോ. എടാ മണ്ടന്മാരെ, പണ്ട് കാലത്ത് നമ്മളെ രാജ്യം വിദേശങ്ങളായിട്ട് വ്യാപാര ബന്ധം നടത്തിയിരുന്നു. അത് വിമാനത്തിലോ തീവണ്ടി മാർഗം ആയിരുന്നില്ല, കപ്പൽ മാർഗം, കടൽ മാർഗം. അന്ന് കിണ്ടല് കണക്കിന് സ്വർണ്ണം ഇവിടുന്ന് അങ്ങട്ട്, വെള്ളി അവിടുന്ന് ഇങ്ങട്ട്, പെട്രോൾ ഇവിടുന്ന് അങ്ങട്ട്, എണ്ണ അവിടുന്ന് ഇങ്ങട്ട്. ഈ സമയത്ത് എന്റെ കുടുംബത്തിൽപ്പെട്ട മഹാന്മാരായിട്ടുള്ള കടൽ കൊള്ളക്കാർ 1000കണക്കിന് കപ്പലുകൾ ഇവിടെ മുക്കിയിട്ടുണ്ട്. ഓ, അന്നങ്ങനെ മുങ്ങിപ്പോയ കപ്പലുകൾക്കാണ് ഇന്ന് മുങ്ങിക്കപ്പൽ എന്ന് പറയുന്നത്. ഗുരുവേ, യവന്മാർക്ക് വിവരം വരാൻ എന്തെങ്കിലും ഒരു മാർഗം പഠിപ്പിച്ചു കൊടുക്കണം. കുറച്ചു ദിവസം അവിടുന്ന് എന്റെ കൂടെ നിൽക്കണം. ഇപ്പൊ ടൈമില്ല, പരോളിലാണെങ്കിലും ട്രൈ ചെയ്യാം. എനിക്കറിയില്ല. ഹലോ,
ഇത് തുമ്മിക്കുഞ്ഞ്, ഇത് കുര്യച്ചൻ. എന്റെ ബ്രദേഴ്സാണ് ശങ്കർ, സുധീർ. ഇവർ നമ്മളുടെ കൊച്ചിൻ ഏജൻസാണ്. ഇത് PM മണക്കാട്. ഹലോ. സാധാരണ നിങ്ങളെ പോലുള്ള മുതലാളിമാര് എന്നെ പോലുള്ള പ്രൊഫഷണൽ കില്ലേഴ്സിനെ അയക്കാറേ ഉള്ളൂ, പക്ഷെ കൂടെ വരാറില്ല. നിങ്ങൾ അത് ചെയ്തു, അതും പട്ടാപ്പകൽ. നിങ്ങളുടെ ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. തും ഏക് വീർ യോദ്ധ ഹൈ. അവരങ്ങനെ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഹമാരെ സിന്ദഗി കി സവാൽ ഹൈ. ഇന്ന് രാത്രി ഹോട്ടലിൽ വെച്ച് അവന്മാരുടെ കഥ ഞാൻ കഴിക്കും. എന്റെ കൂടെ വന്ന് നിങ്ങൾ ആ റിസ്ക് എടുക്കണമെന്നില്ല. കൂടെ വരുന്നത് റിസ്ക് എടുക്കാൻ അല്ലടോ കില്ലറേ. വിക്രമന്റെ മക്കള് ചോരയിൽ പിടഞ്ഞ് മരിക്കുന്ന എനിക്ക് കാണണം. എടോ കില്ലറേ, തനിക്കറിയാവോ, ഇന്ന് മദ്രാസിൽ കാണുന്ന അവന്റെ സാമ്രാജ്യമെല്ലാം എന്റേതും കൂടെയാ. ഈ കൊച്ചി കടപ്പുറത്ത് മച്ചുവാ തുഴഞ്ഞ് നടന്നവരാ ഞാനും വിക്രമനും. ഈ ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടായപ്പോഴൊക്കെ പപ്പാതിന്ന് അവൻ പറഞ്ഞിരുന്നു. ഞാനും അത് വിശ്വസിച്ചു. അവസാനം അവൻ എന്നെ ക്രൂരമായി വഞ്ചിച്ചു. എനിക്കത് മറക്കാൻ കഴിയുന്നില്ല. നിങ്ങളെപ്പോലുള്ള വലിയ വലിയ മുതലാളിമാരുടെ പ്രതികാര ബുദ്ധിയാണ് ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട പ്രൊഫഷണൽ കില്ലേഴ്സിന്റെ ചോറ്. ദൈവം കൊടുക്കുന്ന ജീവൻ നശിപ്പിക്കാൻ മനുഷ്യന് അവകാശമില്ല സാർ. എങ്ങനെ? കൊല്ലും കൊലയും അല്ലാതെ ഇതിന് വേറൊരു പരിഹാരം ഇല്ലെന്നാണോ? നിർത്തടാ, നീ നിന്റെ നിലയ്ക്ക് നിന്നാ മതി. ഡാഡി ചീറ്റ് ചെയ്തെന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. രണ്ടുപേരും കൂടെ മച്ചുവാ തോന്നിട്ടുണ്ടെന്നുള്ളത് ശരി തന്നെയാണ്. പാർട്ണർഷിപ്പ് ബിസിനസ് ആകുമ്പോൾ രണ്ടുപേർക്കും തുല്യ പങ്കാളിത്തം വേണം. റിസ്ക് എല്ലാം ഡാഡിയുടെ പേരിലേക്ക്, ലാഭത്തിന്റെ പങ്ക് വെട്ടാൻ കെയാറും. ഞാൻ പറഞ്ഞിട്ടാ അയാളെ കട്ട് ചെയ്തത്. ഞങ്ങൾ പറഞ്ഞ അതല്ല ചേട്ടാ. കഞ്ചാവും ചരസും ഒക്കെ നമുക്ക് കിട്ടുന്നത് കൊച്ചിയിൽ നിന്ന്. കൊച്ചി ഒഴിവായിക്കൊണ്ടൊരു പ്രവർത്തനം നമുക്ക് പറ്റില്ല. അപ്പൊ ആവശ്യമില്ല ഒരു ശത്രു ഉണ്ടായാൽ അത് നല്ലതല്ലോ. ആര്? കെയാറോ? അവനത്ര പ്രബലനാണെങ്കിൽ ഡാഡി അങ്ങനെ ഈസി ആയിട്ട് അവനെ കട്ട് ചെയ്തു. വരുന്നിടത്ത് വെച്ച് കാണാം.